77 കിലോമീറ്റർ സ്ട്രെച്ച് ഈ ഹൈവേയിൽ അത് 2.5 വർഷം കൊണ്ട് അവർ പൂർത്തിയാക്കിയതാണ്. ഇതിലെ ഇപ്പോൾ 200 മീറ്ററോളം സ്ട്രെച്ചാണ് കൂരിയാട് അവിടെ ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത്. അത് മാത്രമല്ല അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ ആളുകളുടെ കൺസേൺസും ഞങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നതാണ് മീന ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പോലെ NHAയുടെ പ്രോജക്ട് ഡയറക്ടർ അൻഷുൽ ശർമ്മ ജില്ലാ കളക്ടർ VR വിനോദുമായി കളക്ടറേറ്റിൽ ഇന്ന് നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചയിൽ കൃത്യമായ കാര്യങ്ങൾ ഉറപ്പുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ നേരത്തെ ജനങ്ങൾ ഉയർത്തിയ ആശങ്ക മാത്രമല്ല പാഡി ഫീൽഡാണ്, അതായത് നെൽപ്പാടങ്ങളാണ് അടുത്ത്, മഴവെള്ളം വീണ് കഴിഞ്ഞാൽ ഈ റോഡ് വിള്ളലുണ്ടാകാനുള്ള സാധ്യത അടക്കമുള്ള കാര്യങ്ങൾ അവർ നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണെന്ന് VR വിനോദ് പറയുന്നു. പക്ഷേ അത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് വിനോദിനോട് മലപ്പുറം കളക്ടറോട് ആ മീറ്റിംഗിൽ ഇരുന്നിട്ട് NHAയുടെ ആളുകൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അറിയിച്ചു എന്നുള്ള വാദം അവിടെ നിൽക്കില്ല. ഇപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്. NHA പരിശോധിക്കും. നാളെ അവിടെ പ്രോജക്ട് സൈറ്റിൽ ഇൻസ്പെക്ഷൻ നടത്താൻ പോവുകയാണ്. എന്തോ ഈ 6000 കോടി കൊടുത്ത് 25% കൊടുത്ത പദ്ധതി നടപ്പിലാക്കാൻ രാഷ്ട്രീയ ഇച്ഛാശക്തി കാണിച്ചു. ദേശീയപാത വികസനം തടസ്സം നിന്ന UDF സർക്കാരിനെ പോലെയല്ല LDF സർക്കാർ നടപ്പിലാക്കി. തീരദേശ പാത വരുന്നു, മലയോര പാത വരുന്നു. നീതി ആയോഗിന്റെ റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തല്ലേ? കേന്ദ്ര സർക്കാരല്ലേ നീതി ആയോഗ് നിയന്ത്രിക്കുന്നത് അല്ലേ സുജയ?